കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സഹസ്രനാമങ്ങൾ ജപിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഓരോ നാമത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. പലർക്കും സഹസ്രനാമങ്ങൾ തെറ്റുകൂടാതെ ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ചിലർക്ക് അത്രയും സമയം ഇരുന്ന് ജപിക്കുവാനുള്ള ഒരു ക്ഷമ കാണില്ല, ആരോഗ്യസ്ഥിതി കാണില്ല. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം നമ്മൾ സ്ഥിരമായി ജപിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായി ജപിച്ചു കഴിഞ്ഞാൽ ഒരമ്മ എങ്ങനെയാണോ തൻ്റെ മക്കളെ കരുതുന്നത് അതുപോലെ കരുതും. നമ്മൾ ഒരു വലിയ പണക്കാരിയൊന്നും ഒരു പക്ഷേ ആകില്ല, എങ്കിലും ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ, അഭിമാനത്തിന് കുറവ് സംഭവിക്കാതെ, നമുക്ക് അത്യാവശ്യം ജീവിക്കുവാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഒരുക്കി തന്നുകൊണ്ട് അമ്മ നമ്മളെ സംരക്ഷിക്കും. എന്നാൽ ഒരു പരിധി കവിഞ്ഞ് നമുക്ക് നല്ല സമ്പത്ത്, അതായത് നമുക്ക് പലതരത്തിലുള്ള സമ്പത്തുകൾ, അത് സന്താനം കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അഭിമാനം കൊണ്ടായിക്കോട്ടെ, പണം കൊണ്ടായിക്കോട്ടെ, നല്ല പദവി കൊണ്ടായിക്കോട്ടെ, ജോലി കൊണ്ടായിക്കോട്ടെ, വീടും പറമ്പുകളും ഒക്കെ കൊണ്ടായിക്കോട്ടെ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള സമ്പത്തുകളും പ്രദാനം ചെയ്യുന്നതിന് വിഷ്ണു സഹസ്രനാമം സ്ഥിരമായി ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതും എപ്പോഴാണ് ജപിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിരാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ലളിതാ സഹസ്രനാമം സന്ധ്യയ്ക്കും വിഷ്ണു സഹസ്രനാമം വെളുപ്പിനെയും ജപിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. അതിൽ തന്നെ ഒരു 3 മണി മുതൽ ഒരു 5:30 മണിക്കുള്ളിൽ ജപിക്കുകയാണെങ്കിൽ അത്യധികമായ ഫലസിദ്ധിയാണ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ വിഷ്ണു സഹസ്രനാമം അത്രയും സമയമിരുന്ന് ജപിക്കുവാൻ സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒരു നാമം പറഞ്ഞു തരാം. കുറേ നാമങ്ങളുണ്ട്, അതിൽ ഒരു നാമം ഞാൻ പറഞ്ഞു തരാം. അടുത്ത വീഡിയോകളിലായിട്ടൊക്കെ തന്നെ ബാക്കിയുള്ള നാമങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഈ പറയുന്ന നാമം 3 മണി മുതൽ 5:30 മണി വരെയുള്ള സമയത്തിനുള്ളിൽ, 3:30 മണിക്ക് ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ വലിയ ശ്രേഷ്ഠം. 3:30, 3:45, 4 മണി, അങ്ങനെ 5:30 മണിക്കുള്ളിലായിട്ട് ഈ നാമം ഏറ്റവും കുറഞ്ഞത് 108 തവണ അല്ലെങ്കിൽ 1008 തവണ നിങ്ങൾ, ഇത് ഒരു നാമമാണ്, ഒരു വരി നാമമേ ഉള്ളൂ. ഈ നാമം 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ചു വെച്ച്, അതായത് കുളിച്ച് ശുദ്ധമായി 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ചു വെച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നു കൊണ്ട് നോക്കിക്കൊണ്ട് ഈ നാമം 108 1008 തവണയോ ജപിച്ചു കഴിഞ്ഞാൽ ഒരു 41 ദിവസം അടുപ്പിച്ച് ജപിക്കുമ്പോൾ തന്നെ ഒരു മാറ്റം കണ്ടു തുടങ്ങും. അടുപ്പിച്ച് ജപിക്കണം, കൃത്യമായി ഒരേ സമയത്ത് തന്നെ ജപിക്കാനും ശ്രദ്ധിക്കണം. ഇവിടെ പീരീഡ്സ് ആയിരിക്കുന്ന ആളുകളുടെ കാര്യം ചോദിക്കും. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വിളക്ക് തെളിയിച്ച് വെച്ച് ജപിക്കാൻ പറ്റില്ല, എങ്കിലും ആ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് ആ സമയത്ത് ഈ നാമം ജപിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ പൂജാമുറിയിൽ കയറാനോ വിളക്കു തെളിയിക്കാനോ പറ്റില്ല. പക്ഷേ ഉണർന്നെഴുന്നേറ്റ് ഈ സമയത്ത് നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് നമുക്ക് ജപിക്കാം. ഏറ്റവും കുറഞ്ഞത് 108, 1008 അങ്ങനെ നമുക്ക് ജപിക്കാം. ഒരേ സമയത്ത് ജപിക്കണം. 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ട് ജപിക്കണം. പറ്റാത്ത സമയത്ത് ജപിക്കേണ്ട, പക്ഷേ ജപം നിർത്തരുത്. പറ്റാത്ത സമയത്ത് പൂജാമുറിയിൽ കയറിയിരുന്ന് ജപിക്കേണ്ട, വിളക്ക് തെളിയിച്ചു ജപിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജപം നിർത്തരുത്. കൃത്യമായി അങ്ങനെ ജപിച്ചു പോയാൽ ഒരു 41 ദിവസത്തിനുള്ളിൽ മാറ്റം കണ്ടു തുടങ്ങും. സാമ്പത്തികമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടു തുടങ്ങും. പുതിയ ജീവിത മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നമ്മുടെ മുമ്പിൽ ചില വഴികളൊക്കെ തെളിയും. ഒരഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. അത്
ഏത് വിധത്തിലുള്ള അഭിവൃദ്ധി എന്ന് നമ്മൾ തീരുമാനിക്കുക. ചിലർക്ക് കുട്ടികൾ ഉണ്ടാകാത്തതായിരിക്കാം, ചിലർക്ക് കുട്ടികളുടെ സ്വഭാവം ശരിയാകാത്തതായിരിക്കാം, ചിലർക്ക് കടങ്ങൾ അത് മാറാത്തതായിരിക്കാം, ചിലർക്ക് അഭിമാന പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ജോലി കിട്ടാത്തതായിരിക്കാം, വീടും പറമ്പും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. പലതരത്തിലുണ്ടല്ലോ സമ്പത്ത്. കാശ് മാത്രമല്ല സമ്പത്ത് എന്ന് പറയുന്നത്, പലതരത്തിലുള്ള സമ്പത്തുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യമാണോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനായിട്ട് ഏതൊരു കാര്യമാണോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയ ഫലസിദ്ധിയാണ്. ആദ്യമായി നമ്മൾ നമ്മുടെ കുടുംബ പരദേവതയെ ഒന്ന് മനസ്സിലോർക്കണം. അതിനുശേഷം വിഘ്നേശ്വരനെ ഒന്ന് മനസ്സിലോർക്കണം, പ്രാർത്ഥിക്കണം. പിന്നീട് കലിയുഗവരദനായ അയ്യപ്പസ്വാമിയെ ഒന്ന് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു നാമം ജപിക്കേണ്ടത്. നാമം നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക. ഓം ശ്രീപദയേ നമഃ. ഇത്രയേ ഉള്ളൂ ഈ ഒരൊറ്റ വരി. ഈ ഒരൊറ്റ വരി കൃത്യസമയത്ത്, കഴിയുന്നതും ഒരേ സമയത്ത് എല്ലാ ദിവസവും ജപിച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ ജപിച്ചാൽ 41 ദിവസത്തിനുള്ളിൽ മാറ്റം കണ്ടു തുടങ്ങും. നിങ്ങളുടെ മുമ്പിലേക്ക് പല വഴികളും തെളിഞ്ഞു വരും. ഒന്ന് ശ്രമിച്ചു നോക്കുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഫലമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകും ഈ നാമം. കാരണം ശ്രീ എന്ന് പറയുന്നത് ആരാണ്? മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയുടെ ഭർത്താവ് ആരാണ്? മഹാലക്ഷ്മിയുടെ പതി ആരാണ്? മഹാവിഷ്ണുവാണ്. ഈ നാമം വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു നാമമാണ്. ഇതുപോലെ ധാരാളം നാമങ്ങൾ ഒരൊറ്റ നാമമായി ജപിക്കാൻ പറ്റുന്ന നാമങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഇപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെയല്ലേ കാണുന്നത്. വില്ലേജ് ഓഫീസിലെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിലല്ലേ പോകുന്നത്, അല്ലാതെ റെയിൽവേ സ്റ്റേഷനിലല്ലല്ലോ പോകുന്നത്. ട്രെയിനിന് ടിക്കറ്റ് എടുക്കാൻ എവിടെയാണ് പോകുന്നത്? റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത്. കൈയും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോ ഡോക്ടറെയാണ് കാണാൻ പോകുന്നത്, അല്ലേ? അല്ലാതെ ഗൈനക്കോളജിസ്റ്റിനെ അല്ല കാണാൻ പോകുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ ഓരോരുത്തരെ സമീപിക്കുന്നത് പോലെ എല്ലാ നാമങ്ങൾക്കും ഓരോരോ ഫലങ്ങളുണ്ട്. ഈ നാമം അത് സാമ്പത്തിക വർധനവിന് വേണ്ടിയിട്ടുള്ള നാമമാണ്. ഉള്ള സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാമമാണ്. പുതിയ തൊഴിലവസരങ്ങൾ, പുതിയ ഐശ്വര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാമം ജപിക്കുന്നത്. ശ്രദ്ധിക്കാനുള്ളത്, അതിരാവിലെ ജപിക്കുക, കഴിയുന്നതും ഒരേ സമയത്തു തന്നെ ജപിക്കുക. ആദ്യം വിഘ്നേശ്വരനെ, പിന്നീട് നമ്മുടെ കുടുംബ പരദേവതയെ, അതിനുശേഷം കലിയുഗവരദനായ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ നാമം 5 തിരിയിട്ട നിലവിളക്കിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട്, കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി ഇരുന്നു കൊണ്ട് ഈ നാമം 108 1008 തവണയോ ജപിക്കുക. കഴിയുന്നതും ഒരേ സമയത്ത് തന്നെ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത്, പുലയും ബാലായ്മയും ഉള്ള സമയത്ത് വിളക്ക് തെളിയിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ സമയത്ത് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കുക. തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും. കുളിച്ച് ശുദ്ധമായിരുന്നു ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമജപം ജീവിതത്തിൻ്റെ ശീലമാക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.